ശ്രീനേട്ടനോട് ഞാൻ ചോദിച്ചു നാടോടിക്കാറ്റ് കുറിച്ച് സംസാര വിഷയമായപ്പോൾ എന്തുകൊണ്ടാണ് അതിനൊരു 4ാം ഭാഗം വരാത്തത് എന്ന് ചോദിച്ചു. അപ്പോൾ എന്നോട് ശ്രീനേട്ടൻ പറഞ്ഞു, ഞാനും സത്യനും കൂടെ കുറേ ഇരുന്നതാണ്, ഒരു പ്ലോട്ടൊന്നും വർക്കായില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇങ്ങനെ ഒരു തവണ ഡയറക്ടർ മാറിയതല്ലേ, അപ്പോൾ ഇനിയും ഒരു തവണയും കൂടെ ഒരു ഡയറക്ടർക്ക് മാറാൻ ചാൻസ് കിട്ടുമോ എന്ന് ചോദിച്ചു. അപ്പോൾ ശ്രീനേട്ടൻ പറഞ്ഞു, വിജയൻ ഞാൻ തന്നെ ആവോ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, അത് ഉറപ്പായിട്ടും 2 പ്രാവശ്യം എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ ഞാനൊരു കറക്റ്റ് ഒരു 5-6 ദിവസത്തിനുള്ളിൽ വേറൊരു ത്രെഡ് ഉണ്ടാക്കി ഞാൻ പറഞ്ഞു, ശ്രീനേട്ടൻ അത് വളരെ ചെയ്യാം, അതിനെക്കുറിച്ച് എഴുതാം. അപ്പം ഞാൻ അന്ന് എൻ്റെ 2ാമത്തെ പടത്തിൻ്റെ ഷൂട്ട് തുടങ്ങാനിരിക്കുകയാണ്. അപ്പം പുള്ളി സരോജ് കുമാറിൻ്റെ പിന്നെ റിലീസ് ഒക്കെ ആയിട്ട് അതിൻ്റെ ഒരു പത്രസമ്മേളനം ഉണ്ടായിരുന്നു. അപ്പം അതിന് മുൻപായിട്ടാണ് എൻ്റെ പടം തുടങ്ങുന്നതിന്, ഔട്ട്സൈഡർ തുടങ്ങുന്നതിൻ്റെ ഒരു പത്രസമ്മേളനം ഞാനും ശ്രീനേട്ടനും കൂടിയിട്ട് ഞങ്ങൾ എറണാകുളത്ത് പ്രസ് ക്ലബ്ബിൽ നടക്കുന്നത്. അപ്പോൾ ആ പത്രസമ്മേളനത്തിൽ വെച്ചാണ് പിൽക്കാലത്ത് വളരെ വിവാദമായ ചില പ്രസ്താവനകൾ ശ്രീനേട്ടൻ നടത്തുന്നതും പിന്നെ അതിനിടയിൽ സരോജ് കുമാർ ഇറങ്ങുന്നതും പിന്നെ അങ്ങനെ ഒരു കോംബോ നടക്കാത്തൊരവസ്ഥ വരുന്നതും, അല്ലെങ്കിൽ അന്ന് നാടോടിക്കാറ്റിൻ്റെ ഒരു 4ാം ഭാഗം ചിലപ്പോൾ നടക്കുമായിരുന്നു എന്നുള്ള എൻ്റെ പേഴ്സണൽ സന്തോഷമാണ്.